നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ഡെവലപ്പ് യുവർ കെമിസ്ട്രി വിത്ത് കെമിസ്ട്രി. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ചില ടിപ്സ് നോക്കാം. മാർച്ച് 17 നമ്മുടെ +2 ബോർഡ് എക്സാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ +2 പോർഷൻസിനെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് മാത്രം ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ക്വിക്കായിട്ട് എല്ലാ ലെസൺസിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒന്ന് റീവിസിറ്റ് ചെയ്യാം. +1 പോർഷൻസ്. തിങ്കളാഴ്ച മൺഡേ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂഷനിലും പേടിയിലൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരിക്കൽ നിങ്ങൾ നന്നായിട്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് +1 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ് കെമിസ്ട്രി അല്ലേ? ഒരിക്കൽ നമ്മൾ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും, നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമേ ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ആദ്യം മുതലേ 1, 2, 3, 4 എന്ന് പഠിച്ചു തുടങ്ങി സമയം കളയേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള യൂണിറ്റ് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട് പേജിലുണ്ടല്ലോ ഓരോ യൂണിറ്റിൻ്റെയും തുടക്കത്തിലുള്ള പേജ്, ആ പേജിൽ ഒബ്ജക്റ്റീവ്സ്, ആ ലെസൺസിലൂടെ നമ്മൾ പഠിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഏകദേശം പിടികിട്ടും എന്തൊക്കെ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ അപ്പം തന്നെ എടുത്ത് നോക്കിക്കോണം. എന്നിട്ട് പിന്നെ HSS ലൈവിൽ പോവുക. പ്രീവിയസ് ഇയർ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന യൂണിറ്റിലെ കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിനകത്ത് ഉണ്ടാവും. ബോർഡ് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ എക്സസൈസസും ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട. കാരണം സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അതറിയാമല്ലോ. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നർത്ഥം. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ആ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്ന ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏത് കോൺസെപ്റ്റിൽ നിന്നാണോ അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എല്ലാ യൂണിറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് അറിയാത്ത ചോദ്യങ്ങളുടെ കോൺസെപ്റ്റ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധമായി നിങ്ങളുടെ റിവിഷൻ ഒരുവിധം പൂർത്തിയായി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഒന്നും കൂടെ ടെക്സ്റ്റും നോട്ടും എടുക്കുക. ഓരോ യൂണിറ്റിലും നമ്മൾ ഇതുവരെ പഠിക്കേണ്ടി വരാഞ്ഞ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അപ്പോൾ അത്ര മാത്രം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടൂ. മനസ്സിലായോ? ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ ടീച്ചർ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെസണിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ. C=μλ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. C ഇസ് ദി വെലോസിറ്റി, ന്യൂ ഇസ് ദി ഫ്രീക്വൻസി, ലാംഡ ഇസ് ദി വേവ് ലെങ്ത്. സിയുടെ വാല്യൂ എന്താണ്? 3 × 10⁸ m/s. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. ഇനി ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹേർട്സ് അല്ലെങ്കിൽ (s⁻⁻1). ലാംഡയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. ന്യൂ ബാർ ഇസ് 1/λ. ന്യൂ ബാർ ഇസ് വേവ് നമ്പർ. ഇറ്റ്സ് SI യൂണിറ്റ് ഇസ് m/1. ഇനി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി ഇസ് ഈക്വൽ ടു 1 quantum of energy is equal to h nu, where h is the Planck's constant. hന്റെ വാല്യൂ എന്താണ്? 6.626 × 10⁻⁻34 Joule/second. ന്യൂ ഇസ് ദി ഫ്രീക്വൻസി. അപ്പോൾ 1 quantum of എനർജിയുടെ വാല്യൂ ആണിത്, h × ന്യൂ. ഓക്കെ. ഇനി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ പറഞ്ഞിരുന്നു. ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫുൺ സീരീസ്. അതിൻ്റെ ഓരോ സീരീസിൻ്റെയും ന്യൂ ബാറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. RH × 1/n1² - 1/n2² cm⁻⁻1. RH is known as Rydberg's constant.
അതിൻ്റെ വാല്യൂ എത്രയാണ്? റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 109,677 centimeter raised to -1. ഈ N1ഉം N2 Lyman series is the first series. Lyman seriesന് N1 will be 1, N2 will be 2, 3, 4, 5, 6 etc. Balmer seriesന് N1 will be 2, N2 will be 3, 4, 5, 6 etc. Passion seriesന് N1 will be 3, N2 will be 4, 5, 6, 7 etc. Atom models നോക്കണം. J.J. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ, റൂദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസസ്, അതുപോലെ ന്യൂക്ലിയർ മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ റിസൾട്ടഡ് ഫ്രം ദി ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. പിന്നെ റൂദർഫോർഡിൻ്റെ ഡ്രോബാക്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്രോബാക്സ് നോക്കുക. പിന്നീട് വന്നത് ബോർ മോഡലാണ്. ബോർ മോഡലിലേക്കുള്ള ചില ഡെവലപ്മെൻറ്റ്സ് ആണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അതുപോലെ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ടിക്കിൾ നേച്ചറിൽ എടുത്തു പറയാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണെന്നൊന്നും ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഐ എം ഓൺലി ഗിവിങ് യു ദി ഇക്വേഷൻ. നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ H nu is equal to H nu 0 plus half mv square. H nu എന്നുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജിയാണ്. മെറ്റൽ സർഫസിലേക്ക് വന്ന് പതിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി. H nu 0 is work function of the metal. Nu 0 is threshold frequency. Half mv square is the kinetic energy of the electron which is ejected. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. ഐൻസ്റ്റൈൻ്റെ എക്സ്പ്ലനേഷനാണിത്. ഇത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് പഠിക്കുക ഇനി. എന്നിട്ട് ബോർ മോഡലിൽ ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ചില ഇക്വേഷൻസ് ഉണ്ട്. റേഡിയസ് ഓഫ് എനി ഷെൽ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ഈസ് ഗിവൻ ബൈ Rn is equal to n square into a0. n is the shell number or orbit number 1, 2, 3 ഏത് വേണമെങ്കിലും ആവാം. a0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് കെ ഷെല്ലിൻ്റെ റേഡിയസ്. a0 is equal to 52.9 picometer. ഇനി എനർജിയാണ് n എന്ന ഷെല്ലിൽ 1 ആകാം 2 ആകാം ഷെല്ലിൽ എനർജി എത്രയാണെന്നുള്ളത്. ഇറ്റ് ഇസ് ഗിവൻ ബൈ -RH into 1/n square. RH is again Rydberg's constant. പക്ഷേ ഇത് എനർജി ആയതുകൊണ്ട് Rydberg's കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. RH is equal to 2.18 into 10 raised to -18 joules. ഇതാണ് Rydberg's കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എനർജി. ഇനി ഹൈഡ്രജൻ പോലെയുള്ള 1 ഇലക്ട്രോൺ സിസ്റ്റംസ് ഉണ്ടാവും. He+, Li2+, Be3+. അങ്ങനെയുള്ള 1 ഇലക്ട്രോൺ സിസ്റ്റംസിനും നമുക്ക് ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ En for 1 ഇലക്ട്രോൺ സിസ്റ്റംസ് ലൈക്ക് ഹൈഡ്രജൻ അതർ ദാൻ ഹൈഡ്രജൻ കേട്ടോ. ഇതിപ്പോൾ പറയുന്നത് ഹൈഡ്രജനെ കുറിച്ചല്ല, മറ്റ് ആറ്റംസ് കണ്ടെയ്നിങ് ഓൺലി 1 ഇലക്ട്രോൺ. എനർജി വിൽ ബി -RH into Z²/n² ജൂൾസ്. ഇവിടെ Z എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണോ എലമെൻ്റ് ആ എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പറാണ്. ഇനി റേഡിയസ് ആണെങ്കിൽ a0 into n²/z picometer. a0 എന്നുള്ളത് താഴെയാണ് കേട്ടോ, സബ്സ്ക്രിപ്റ്റ് നോട്ട് സൂപ്പർസ്ക്രിപ്റ്റ്. ഓക്കെ. ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുമ്പോൾ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്താണ്, സീമാൻ ഇഫക്റ്റ് എന്താണെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി അടുത്തത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പം അതിനേക്കുള്ള ഡെവലപ്മെൻറ്റ്സ് 2 ഉണ്ട്. ഒന്ന് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്ററിൽ പറയുന്നത് ഇലക്ട്രോൺസ് പോലെയുള്ള പാർട്ടിക്കിൾസിനും വേവ് ലെങ്ത് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലാംഡ ഇസ് ഈക്വൽ ടു h/mv, വേർ ലാംഡ ഇസ് ദി വേവ് ലെങ്ത് ഓഫ് ദി പാർട്ടിക്കിൾ. ഡി ബ്രോളി വേവ് ലെങ്ത് എന്നാണ് അതിന് പറയുന്നത്. ഡി ബ്രോളി
G സൈലൻ്റ് ആണ്, D Broglie wavelength, H is Planck's constant, M is the mass of the particle, V is the velocity of the particle. ഈ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 10⁻15 മില്യൺ ടൈംസ് ഒരു ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. According to Heisenberg's uncertainty principle, the exact location or position and velocity of an electron cannot be determined simultaneously. ഇലക്ട്രോൺ പോലെയുള്ള എല്ലാ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും ഇത് ബാധകമാണ്. അതായത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും ഒരേ സമയം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ഇതാണ്: ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4πm. ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ വി ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി, h is Planck's constant, m is mass of the particle. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് സിഗ്നിഫിക്കൻസ്? ഇറ്റ് റൂൾസ് ഔട്ട് എക്സാക്ട് ട്രജക്ടറീസ് ഫോർ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഇലക്ട്രോണിന് എക്സാക്റ്റ് പാത്ത് ഇല്ല. ബോർ മോഡൽ പ്രകാരം ഫിക്സഡ് പാത്തിലൂടെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എക്സാക്റ്റ് ട്രാജക്ടറി ഇല്ല എന്നുള്ളതാണ് ഈ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, h cap psi is equal to E psi. h cap എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. psi എന്ന് പറയുന്നത് വേവ് ഫങ്ഷൻ, ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയും. E ഇസ് ദി എനർജി. നമുക്ക് ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, ആ ഇക്വേഷനിലെ ഓരോ ടേംസും എന്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ക്വാണ്ടം നമ്പേഴ്സാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഷെല്ലിനെയാണ് അല്ലേ? ഷെൽ നമ്പർ. n ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3, 4 എക്സെട്ര, k, l, m, n എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായോ? സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എനർജി ഓഫ് ദി ഷെൽ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗിവ്സ് ദി എനർജി ഓഫ് ദി ഷെൽ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. സെക്കൻഡ് ക്വാണ്ടം നമ്പർ ഇസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എൽ. എല്ലിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്? 0 to n-1. അപ്പോൾ n വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എൽ വാല്യൂ വിൽ ബി 0. ഈ എൽ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർബിറ്റൽസിനെയാണ്. ഓർബിറ്റൽസ് മീൻസ് ദേ ആർ 3-dimensional spaces within an atom where there is maximum probability of finding an electron. ഒരു ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3-dimensional സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓർബിറ്റൽസ് ഉണ്ട്, അഥവാ സബ് ഷെൽസ് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ വിത്ത് വാല്യൂ l is equal to 0. l is equal to 0 എന്ന സബ് ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നത് s സബ് ഷെൽ അല്ലെങ്കിൽ s ഓർബിറ്റൽ എന്നാണ്. n-ൻ്റെ വാല്യൂ 2 ആകുമ്പോൾ l വാല്യൂസ് ഏതൊക്കെ വരാം? 0 and 1. 0 to n-1 അല്ലേ? അപ്പോൾ 0യും 1ഉം. 0യുടെ s സബ് ഷെല്ലാണ്. l1 എന്ന് വിളിക്കുന്ന സബ് ഷെല്ല് p സബ് ഷെല്ലാണ്. മനസ്സിലായല്ലോ? n വാല്യൂ 3 ആണെങ്കിൽ 0, 1, 2 ഇത്രയും ടൈപ്പ് ഓഫ് സബ് ഷെൽസ് ഉണ്ടാവും. പേരുകൾ എസ്, പി, 2 എന്ന് പറയുന്നത് ഡി ആണ്. എൽ വാല്യൂ 3 ആവുമ്പോൾ 3 എന്ന് പറയുന്നതിൻ്റെ പേര് എഫ് സബ് ഷെൽ എന്നാണ് കേട്ടോ. അപ്പോൾ എൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്തത് ഏതാണ്? 3-dimensional ഷേപ്പ് ഓഫ് ദി സബ് ഷെൽ ഓർ ഓർബിറ്റൽ. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ml. ഈ ml വാല്യൂസ് ഓറിയൻറ്റേഷൻസ് ആണ്. നമ്മൾ നേരത്തെ സബ് ഷെൽസിനെ കണ്ടില്ലേ? എൽ വാല്യൂ 0,
1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് സബ് ഷെൽസ് SP, DFനെ കണ്ടു. അപ്പോൾ ഈ സബ് ഷെൽസിന് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അത് സ്പേസിൽ പല ഡയറക്ഷൻസിലായിട്ടാണ് അത് കിടക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ML വാല്യൂസ് തരുന്നത്, ഓറിയൻറ്റേഷൻസ് ഓഫ് ദി വേരിയസ് സബ് ഷെൽസ്. ഇനി ML വാല്യൂസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് -L to +L. മനസ്സിലായില്ലേ? അപ്പോൾ L വാല്യൂ 0 ആണെങ്കിൽ ML വാല്യൂ വിൽ ബി 0 itself. L വാല്യൂ 1 ആണെങ്കിൽ ML വാല്യൂ വിൽ ബി -1, 0, 1. മനസ്സിലായോ? L വാല്യൂ 2 ആണെങ്കിൽ ML വാല്യൂ വിൽ ബി -2, -1, 0, 1, 2. ഇത് P അല്ലേ? L is equal to 1 എന്ന് പറഞ്ഞാൽ P ആണ്. സോ -1, 0, 1 corresponds to PX, PY and PZ. 3 ഡിഫറെൻറ്റ് P ഓർബിറ്റൽസ്. ഇനി ML വാല്യൂസ് -2, -1, 0, 1, 2 എന്ന് പറയുന്നത് 5 D ഓർബിറ്റൽസ് ആണ്. 5 D ഓർബിറ്റൽസ്. D ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². ഇങ്ങനെ 5 D ഓർബിറ്റൽസ് ഉണ്ട് ഇൻ വേരിയസ് ഡയറക്ഷൻസ്. ആ ഡയറക്ഷൻസ് ആണ് ഈ ML വാല്യൂസ് കറസ്പോണ്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വാണ്ടം നമ്പർ ഇസ് സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റഡ് ബൈ MS. ഇതിന് ആകെ 2 വാല്യൂസേ ഉള്ളൂ, -12 ആൻഡ് +12. ഒരു ആറ്റമിക് ഓർബിറ്റലിൽ ആകെ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുകയാണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുക. അപ്പോൾ അവരുടെ വാല്യൂസ് ആണ് ഈ -12ഉം +12ഉം. മനസ്സിലായല്ലോ? ആറ്റമിക് ഓർബിറ്റൽസിൻ്റെ ഷേപ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നോക്കിക്കോളൂ. ഏറ്റവും മുകളിൽ കാണുന്നത് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണുന്നത് S സബ് ഷെല്ലാണ്. പിന്നെ PX, PY, PZ P ഓർബിറ്റൽസ്. തേർഡ് റോയിൽ DZ² ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പിന്നെ DXZ. XZ എന്ന് പറയുമ്പോൾ X ആക്സിസിനും Y ആക്സിസിനും ഇടയിലായിരിക്കും ആ ലോബ്സ്, ഡബിൾ ഡംബെല്ലായിട്ടുള്ള ലോബ്സ്. DX² - Y² എന്ന് പറയുമ്പോൾ X ആക്സിസിലൂടെയും Y ആക്സിസിലൂടെയുമാണ് അവർ പാസ് ചെയ്യുന്നത്. ഇനി XY എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ X ആക്സിസ് ആൻഡ് Y ആക്സിസ്. YZ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. അങ്ങനെ 5 ഓർബിറ്റൽസും 5 ഓറിയൻറ്റേഷൻസ്. ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ് എന്താണ്? നോഡ്സ് എന്താണ്? ആംഗുലാർ നോഡ്സ് എങ്ങനെ കണ്ടുപിടിക്കും? റേഡിയൽ നോഡ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ കുറേ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിനുള്ള റൂൾസ് ഉണ്ട്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഓർഡർ ഓർത്ത് വയ്ക്കുക. അതുപോലെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്താണ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, N+L റൂൾ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ, ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്പെഷ്യൽ കേസ്, ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് എങ്ങനെ വരും എന്നുള്ളത് നോക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസും സ്റ്റേബിൾ ആകുന്നത്, എന്തൊക്കെയാണ് റീസൺസ്, എക്സ്ചേഞ്ച് എനർജി ആൻഡ് സിമെട്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. യൂണിറ്റ് 3 പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, പീരിയോഡിക് ലോ എന്താണ്, അത് രണ്ടും ഓർത്ത് വയ്ക്കുക. അതുപോലെ 100ൽ കൂടുതൽ ആറ്റോമിക് നമ്പർ വരുന്ന എലമെൻസിനെ IUPAC നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ 09 ഇതെങ്ങനെ നെയിം ചെയ്യും? 1 is un, 0 is nil, 9 is n, IUM, un, nil, n, em. അപ്പോൾ എല്ലാത്തിൻ്റെയും എൻഡിൽ IUM എന്ന് ചേർക്കും. അപ്പോൾ അണ്ണെന്നുള്ളതിൻ്റെ U എടുക്കും, നെല്ലെന്നുള്ളതിൻ്റെ N എടുക്കും, 9 എന്നുള്ളതിൻ്റെ N എന്നുള്ളതിൻ്റെ E എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സിമ്പിളായി. സോ ദിസ് ഇസ് ഹൗ യു നെയിം ദി എലമെൻറ്റ്. മെൻ്റലീവ്സ് ടേബിളിലെ ഇക്ക അലൂമിനിയം, ഇക്ക സിലിക്കൺ ഓർത്ത് വയ്ക്കുക ഏതാണ് ആ എലമെൻറ്റ്സ് എന്ന്. പിന്നെ പീരിയോഡിക് ടേബിളിലെ 4 ബ്ലോക്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസും, S ബ്ലോക്ക്, P ബ്ലോക്ക്,
ടി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉൾപ്പെടെ. മനസ്സിലായല്ലോ. പിന്നെ പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെ പ്രോപ്പർട്ടീസിൻ്റെ പീരിയോഡിക് ട്രെൻഡ്സ് ആണ് നമ്മൾ അറിയേണ്ടത്? ആറ്റോമിക് സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങളുടെ പീരിയോഡിക് ട്രെൻഡ്സ്. അതായത് പീരിയഡിൽ എങ്ങനെ വേരി ചെയ്യും, ഗ്രൂപ്പിൽ എങ്ങനെ വേരി ചെയ്യും. അതിലുള്ള എക്സെപ്ഷൻസും നമ്മൾ പ്രത്യേകം ഓർക്കണം. എക്സെപ്ഷൻസ് ആണ് എപ്പോഴും ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ, അയണൈസേഷൻ എൻതാൽപ്പിയിൽ ബെറീലിയത്തിൻ്റെയും ബോറോണിൻ്റെയും കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ വരുമ്പോൾ വീണ്ടും എക്സെപ്ഷൻ ഉണ്ട്. ക്ലോറിൻ, ഫ്ലൂറിൻ, സൾഫർ, ഓക്സിജൻ, ആ 2 കേസസും പെട്ടെന്നെടുത്ത് മെമ്മറൈസ് ചെയ്ത് നോക്കാം മറന്നു പോയെങ്കിൽ. ഓക്കെ. പിന്നെ ആറ്റോമിക് സൈസിൽ നിങ്ങൾ ഓർക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ: കാറ്റയോണിക് സൈസ്, ആനയോണിക് സൈസ്. കാറ്റയോണിൻ്റെ സൈസ് എന്തുകൊണ്ട് പേരൻ്റ് ആറ്റത്തെക്കാളും കുറഞ്ഞു, ആനയോണിൻ്റെ സൈസ് എന്തുകൊണ്ട് പാരൻ്റ് ആറ്റത്തേക്കാൾ കൂടി, അത് രണ്ടും ഓർത്ത് വയ്ക്കുക. കോവാലന്റ് റേഡിയസും വോണ്ടർവാൾസ് റേഡിയസും തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കുക. പിന്നെ നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിൽസ്, ലിനസ് പൗളിംഗ് സ്കെയിൽ, ഓൾഡ്രിഡ് റൂഷോ സ്കെയിൽ, അത് ഓർക്കുക. പിന്നെ അനമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരിയഡ് എലിമെൻറ്റ്. അനമലസ് ബിഹേവിയറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡയഗണൽ റിലേഷൻഷിപ്പ്, അതുപോലെ ലിഥിയത്തിൻ്റെയും ബെറീലിയത്തിൻ്റെയും കോമ്പൗണ്ടുകളുടെ നേച്ചർ കോവാലന്റ് നേച്ചറാണ്. എന്താണ് ശരിക്കും വേണ്ട നേച്ചർ? അയണിക് ആയിരിക്കണം, പക്ഷെ ലിഥിയം ആൻഡ് ബെറീലിയം ഹാവ് കോവാലന്റ് നേച്ചേർഡ് കോമ്പൗണ്ട്സ്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുക. പിന്നെ റീസൺസ് ഫോർ അനമലസ് ബിഹേവിയർ, ആ റീസൺസ് 4 കൃത്യമായിട്ട് പഠിച്ച് ഓർത്ത് വയ്ക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ആണ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഏതൊക്കെ ഓക്സൈഡ്സ് ആണ്? ബേസിക് ഓക്സൈഡ്സ്, അസിഡിക് ഓക്സൈഡ്സ്, ന്യൂട്രൽ ഓക്സൈഡ്സ്, ആംഫോട്ടറിക് ഓക്സൈഡ്സ്. എക്സാമ്പിൾസ്: കെമിക്കൽ ബോണ്ടിങ്ങിൽ ആദ്യം തന്നെ ലൂയിസ് സ്ട്രക്ചേഴ്സ്, കോമ്പൗണ്ട്സിൻ്റെ ലൂയിസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ, ഫജാൻസ് റൂൾ, 4 പോയിന്റ്സ് വീതം പഠിച്ചു വയ്ക്കുക. മനസ്സിലായല്ലോ. പിന്നെ ലാറ്റിസ് എൻതാൽപ്പി എന്നൊരു ടേം ഉണ്ട്, ബോണ്ട് എൻതാൽപ്പി എന്നൊരു ടേം ഉണ്ട്, ബോണ്ട് ആംഗിൾ ഉണ്ട്, ബോണ്ട് ഓർഡർ ഉണ്ട്. ഈ ടേംസിനെയൊക്കെ ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പറയും. ഫോർമൽ ചാർജ്, റെസനൻസ്, ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയാണ് VSEPR തിയറി. VSEPR തിയറിയുടെ 4 പോസ്റ്റുലേറ്റ്സ് പഠിക്കുക. പിന്നെ ഷേപ്സ് ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ ലോൺ പെയർ ഇല്ലാത്തപ്പോൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? 2 ബോൺസ് ഉള്ളപ്പോൾ ലീനിയർ ഷേപ്പ്, 3 ബോൺസ് ഉള്ളപ്പോൾ ട്രൈഗണൽ പ്ലെനാർ, 4 ബോൺസ് ഉള്ളപ്പോൾ ടെട്രാഹീഡ്രൽ, 5 ബോൺസ് ഉള്ളപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ, 6 ബോൺസ് ഉള്ളപ്പോൾ ഒക്ടാഹീഡ്രൽ. ഇനി സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ വരുമ്പോൾ ഷേപ്സ് എങ്ങനെ മാറും എന്നുള്ളതിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്. ലോൺ പെയർ എത്ര, ബോണ്ട് പെയർ എത്ര, ഷേപ്പ്, എക്സാമ്പിൾസ്, ആ ടേബിൾ പഠിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ വരാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. അതുപോലെ ആംഗിൾസ്, ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരുമ്പോൾ അതിനകത്തുള്ള ആംഗിൾസ് എങ്ങനെയാണ്, ട്രൈഗണൽ പ്ലെനാറിൽ ആംഗിൾസ് എങ്ങനെയാണ്, ടെട്രാഹീഡ്രൽ ആംഗിൾ 109.28 ഡിഗ്രീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ ഭാഗം കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഇനി VBT ആണ്, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്, ഹൈബ്രിഡൈസേഷൻസ് ഏതൊക്കെ ടൈപ്പാണ്, SP, SP2, SP3, SP3D, SP3D2, ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ്. ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്: സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യും, പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യും. PCl5 മോളിക്യൂളിൽ ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചോളണം. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ മെഷർ ചെയ്യും? mu = ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോളാർ എൻഡ്സ്. കൂളം മീറ്റർ ആണ് യൂണിറ്റ്, അല്ലെങ്കിൽ D/. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് തിയറിയാണ്? MOT, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ 4 പോസ്റ്റുലേറ്റ്സ് പഠിച്ചു വയ്ക്കാം.
പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ള ഓർഡർ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനേക്ക് ഒരു ഓർഡർ ഇല്ലേ. ഓക്സിജനും ഫ്ലൂറിനും ഒരു ഓർഡർ, ബാക്കി സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിന് വേറൊരു ഓർഡർ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിക്കണം. എന്താണ്? ഹാഫ് ഇൻറ്റു NB മൈനസ് NA, where NB is the number of electrons in the bonding molecular orbitals, NA is the number of electrons in the anti-bonding molecular orbitals. ചില മോളിക്യൂൾസിൻ്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യം വരാം. അതിൽ നിന്ന് MOTയിൽ നിന്ന് ഒരു എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു. പ്രെഡിക്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് C2 മോളിക്യൂൾ. C2 മോളിക്യൂളിൻ്റെ എക്സിസ്റ്റൻസ് MOT വഴി പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ കാർബൺ ആറ്റം സിംഗിൾ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. ഇത് C2 മോളിക്യൂളാണ്. അപ്പോൾ 6 6 12 ഇലക്ട്രോൺസ് ഉണ്ടാവും, 12 ഇലക്ട്രോൺസ്. അപ്പം ഇതിനെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽസിൽ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനുള്ള ഓർഡർ ഇങ്ങനെയാണ്: സിഗ്മ 1s. ഒരു മോളിക്കുലാർ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. സിഗ്മ 1s 2, പിന്നെ ആൻറ്റി ബോണ്ടിങ് ആണ് സിഗ്മ സ്റ്റാർ 1s 2, സിഗ്മ 2s 2, സിഗ്മ സ്റ്റാർ 2s 2 അല്ലേ. അപ്പോൾ ഇത് ഓക്സിജനും ഫ്ലൂറിനും അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? പൈ 2p x ഈക്വൽ ടു പൈ 2p y. എത്ര ഇലക്ട്രോൺസ് ആയി? 2 2 4 2 6 2 8 ആയി. 8 ഇവിടെ ഓരോന്ന് ഹൺസ് റൂൾ അനുസരിച്ച് ഓരോന്ന് ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ പെയറിങ് നടക്കുന്നത്. ഇപ്പോൾ 8 ഇലക്ട്രോൺസ് ആയി. 9 10 11 12 ഇവിടെ തന്നെ വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എഴുതി. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചാലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ബോണ്ട് ഓർഡർ is equal to half into NB minus NA. ഇതിൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് സ്റ്റാർ ഉണ്ടാവില്ല, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനാണ് സ്റ്റാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, ഇത് ബോണ്ടിങ് ആണ് അല്ലേ. 2 + 2 4 5 6 7 8 8 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ 2 + 2 4 എത്രയാണ്? 4/2 is equal to 2. ബോണ്ട് ഓർഡർ നമുക്ക് 2 കിട്ടി. ദാറ്റ് മീൻസ് ദിസ് മോളിക്യൂൾ എക്സിസ്റ്റ്. കാർബൺ മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ബോണ്ട് ഓർഡർ 0 ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ദി മോളിക്യൂൾ ഡു നോട്ട് എക്സിസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് വിൽ എക്സിസ്റ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും ഓർബിറ്റൽസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആകും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ, എല്ലാം പെയർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ഇതിൽ നോക്കൂ, ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാം പെയർഡ് ആണ്. സോ ദിസ് മോളിക്യൂൾ ഇസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ്റെ കണ്ടീഷൻസ് വിട്ടുപോയി, അത് നോക്കണം കേട്ടോ. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ലാസ്റ്റ് ടോപ്പിക് ഈ ലെസണിലെ. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിൽ ഓർത്തോ നൈട്രോഫീനോളിന് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പാരാ നൈട്രോഫീനോളിന് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമാണ്. അപ്പോൾ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂൾസിന് ബോയിലിംഗ് പോയിന്റ്സ് കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അടുത്ത യൂണിറ്റ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അതിന് നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കുമല്ലോ, വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഏതൊക്കെയാണത്? ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്, ഡൈപോൾ ഡൈപോൾ ഇൻറ്ററാക്ഷൻസ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഇൻറ്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ഗ്യാസ് ലോസ് ആണ്. ഗ്യാസ് ലോസ് ഏതൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ. ചാൾസ് ലോയിൽ അബ്സല്യൂട്ട് 0 എന്താണ് എന്നുള്ളത് ഓർക്കുക. ഗേ-ലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ. അതിൽ ഓർക്കാനുള്ള ചില ടേംസ് ഐസോതേംസ്, ഐസോബാർ, ഐസോകോർ. ബോയിൽസ് ലോയുടെ ഇക്വേഷൻ എന്താണ്?
P1 V1 is equal to P2 V2. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ചാൾസ് ലോൻ്റെ V1/T1 is equal to V2/T2. ഇനി അവഗാഡ്രോസ് ലോ V is proportional to N എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ലോ, യൂണിവേഴ്സൽ ഗ്യാസ് ലോ എന്താണ്? PV is equal to nRT. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും ഈ ഇക്വേഷനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. പിന്നെ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് D is equal to P into M/RT. P is pressure, M is molar mass, R is gas constant, T is absolute temperature. ഈ ഇക്വേഷൻ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസസിൻ്റെ മിക്സ്ചറിൽ ടോട്ടൽ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. P total is equal to P1, P2, P3 etc. where P1, P2, P3 etc. are known as the partial pressures of the individual gases. ഓരോ ഗ്യാസിൻ്റെയും കോൺട്രിബ്യൂഷൻ, ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസിനെയാണ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, പോസ്റ്റുലേറ്റ്സ് പഠിക്കണം. പിന്നെ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ, എന്താണ് കാരണം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഇസ് കംപ്രസിബിലിറ്റി ഫാക്ടർ. Compressibility factor is Z, which is equal to PV/nRT. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ കറക്റ്റഡ് ഗ്യാസ് ഇക്വേഷൻ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്നാണ് അതിനെ പറയുന്നത്. കറക്റ്റഡ് ഇക്വേഷൻ ഇതാണ്: P plus AN²/V² into V minus NB is equal to nRT. Corrected gas equation, which is also known as van der Waals equation. അടുത്ത ടോപ്പിക്ക് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് ആണ്. അതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ പ്രഷർ, കാർബൺ ഡയോക്സൈഡിൻ്റെ ലിക്വിഫാക്ഷൻ. ഗ്യാസ് ഇസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ലിക്വിഡ് സ്റ്റേറ്റ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വേപ്പർ പ്രഷർ എന്താണ്, നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, രണ്ടിൻ്റെയും SI യൂണിറ്റ്സ്, ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്. ഓക്കെ, അടുത്ത യൂണിറ്റ് തെർമോഡൈനമിക്സ് ആണ്. അതിൽ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഓപ്പൺ സിസ്റ്റംസ്, ക്ലോസ് സിസ്റ്റംസ്, ഐസൊലേറ്റഡ് സിസ്റ്റംസ്, അതിനുള്ള എക്സാമ്പിൾസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ, ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ΔU ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് Q plus W, where Q is the heat absorbed or evolved, W is the work done on the system or work done by the system. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം പോസിറ്റീവായിട്ടും വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. അതുപോലെ ഹീറ്റ് അബ്സോർബ്ഡ് പോസിറ്റീവും ഹീറ്റ് റിലീസ്ഡ് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ കുറേ ടേംസ് നമുക്ക് പഠിക്കണം. എൻതാൽപ്പി എന്നുള്ള ടേംസ്, ഹീറ്റ് കണ്ടൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും, സിഗ്മ സം ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ് മൈനസ് സിഗ്മ സം ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ്. ഇക്വേഷൻ ഓർമ്മയുണ്ടാവും, പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അതുപോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, ബോണ്ട് എൻതാൽപ്പി, മെയിൻ ബോണ്ട് എൻതാൽപ്പി, അങ്ങനെ കുറേ എൻതാൽപ്പീസ് ഉണ്ട്. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റ്യൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, അങ്ങനെ കുറേ അധികം ടേംസ് ഉണ്ട്. ആ ടേംസൊക്കെ മനസ്സിലാക്കിയെങ്കിലേ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ എന്ന ഒരു സംഗതി വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ പഠിക്കണം നിർബന്ധമായിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ, വർക്ക് ഡൺ ഇനി റിവേഴ്സിബിൾ പ്രോസസ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. W is equal to minus 2.303 nRT log V final by V initial, final volume divided by initial volume. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു,
അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ്, ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്, ആറ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ഇൻ എ ഗേഷ്യസ് റിയാക്ഷൻ മിക്സ്ചർ. റിയാക്ഷൻ മിക്സ്ചറിൽ എല്ലാ പ്രോഡക്ട്സും റിയാക്റ്റൻസും ചിലപ്പോൾ ഗേഷ്യസ് ഫോമിലാകണം എന്നില്ല, ചിലത് ലിക്വിഡ് ഫോമിലോ സോളിഡ് ഫോമിലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കുമ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്രോഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും മാത്രം നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ഓൺ ഹീറ്റിംഗ് ചേഞ്ചസ് ടു കാൽഷ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അപ്പോൾ ഇവിടെ ഗേഷ്യസ് ആയിട്ട് പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എൻ ജി ഇസ് 1 minus 0 equal to 1. Okay, heat capacities, molar heat capacities Cp, Cv, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് Cp മൈനസ് Cv is equal to R. ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് ഒന്ന് നോക്കിക്കോളൂ. ഇനി സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, അത് പഠിക്കുമ്പോൾ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ പഠിക്കും, റെപ്രസെൻറ്റഡ് ബൈ എസ്. Delta S is equal to Q reversible by T. Q is the heat absorbed or evolved during a reversible process by temperature. അപ്പോൾ ഈ ഇക്വേഷൻ, അതുപോലെ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഇതിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയും. ഈ ഇക്വേഷന് പറയുന്ന പേര് ഗിബ്സ് ഹെൽംഹോൾട്സ് ഇക്വേഷൻ എന്നാണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദി പ്രോസസ് ഇസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ദി പ്രോസസ് ഇസ് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദി പ്രോസസ് ഇസ് ഇൻ ഈക്വിലിബ്രിയം. ഡെൽറ്റ ജിയും ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് 2.303 RT log Kc, where K is the equilibrium constant. അടുത്ത യൂണിറ്റ് ഈക്വിലിബ്രിയം ആണ്. അതിൽ ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc is dependent on temperature. It is equal to the product of molar concentration of the products divided by product of molar concentration of the reactants. അല്ലേ? ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ H2 plus I2 equals giving 2HI. Kc ഇങ്ങനെ എഴുതും, molar concentration of the product HI raised to 2, ആ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ പവർ ആക്കും, divided by product of molar concentration of the reactants. ഓക്കെ, ഇനി Kp, Kcക്ക് പകരം Kp in terms of partial pressures ആണെങ്കിൽ Kp is equal to Kc into RT raised to delta N, where delta N is the number of moles of products minus number of moles of reactants. Applications of equilibrium constant പഠിക്കണം. അതുപോലെ ആസിഡ് തിയറീസ്, അരീനിയസ് തിയറി, ബ്രോൺസ്റ്റഡ്-ലൗറി തിയറി, ലൂയിസ് തിയറി, അത് മൂന്നും വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. എക്സാമ്പിൾസ് കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്, ആ ടെർമിനോളജിയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഓർമ്മ വരണം. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള വരുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാം കേട്ടോ. pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരാം. സോല്യൂബിലിറ്റി, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്സ്, വീക്ക് ആസിഡും
സ്ട്രോങ് ബേസും ചേർന്നിട്ടുള്ള സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേർന്നുള്ള സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ്, അതുപോലെ ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ്, അതിൻ്റെ എല്ലാം ഈക്വിലിബ്രിയാസ്, pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെയുള്ളത്. പിന്നെ കോമൺ അയോൺ ഇഫക്റ്റ്, ബഫർ സൊല്യൂഷൻസ്, എക്സാമ്പിൾസ്. ബാക്കി യൂണിറ്റ്സ് അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ.